ഹലോ ഹായ് എല്ലാവർക്കും ശ്രീജിസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു കോഴിക്കുട്ടിനെ കണ്ടോ? പണ്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു ചെറുതിനെ. പക്ഷേ ഇത്രയും വലുതായി 11 മാസമായി. പക്ഷേ താഴത്തെ ഫ്ലാറ്റിലത്തെ ആൾക്കാരൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവർ വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കണേ, പുലർച്ചൊക്കെ എണിച്ചിരുന്ന് കൂവുക. അപ്പോൾ ഇവരെ എവിടെയെങ്കിലും കൊണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ വെട്ടി കഴിക്കാനുള്ള മനസ്സിൽ നമ്മൾ വളർത്തിയതല്ലേ. അപ്പോഴാണ് പറഞ്ഞത് വീരാർ എന്നുള്ളൊരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വഴിപാട് കൊടുക്കാമെന്ന്. അവിടെ മുറിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ മുറിക്കാനല്ല, അവിടെ ഇങ്ങനെ നമ്മൾ പറത്തി വിടാത്രേ, അങ്ങനെ കാട്ടിലേക്ക് പറത്തി വിടാം. പിന്നെ അവരുടെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിലെത്തി. 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം പോകാൻ. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഇതില്ലേ, ഇവിടേക്ക് ഞങ്ങളങ്ങനെ പറത്തി വിട്ടു. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ വിട്ടിട്ട് പോരുമ്പോൾ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1300ഓളം പടിയുണ്ട്. അപ്പോൾ അതിന് മുകളിൽ കയറാൻ നിൽക്കുമ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്താണ്. തലയിലൊരു കെട്ട് കണ്ടോ, അത് അവരവിടെ നിന്ന് കെട്ടിത്തന്നതാണ്. 50 രൂപ അത് കെട്ടിത്തരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളത് നോക്കിയില്ല, വേഗം കയറി. വയ്യ, കാരണം കുറച്ച് പടി കയറുന്നതിന് കാലമൊക്കെ അടയാൻ തുടങ്ങി. പിന്നെ നമ്മൾ ലിഫ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ വിചാരിച്ചു നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് തന്നെ കാണണം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാണാൻ പോകുമ്പോൾ 3 മണിക്കൂർ ലൈനൊക്കെ നിന്ന് നമ്മൾ കാണാറില്ലേ, അതേമാതിരി തന്നെ ഈ 1300 പടി ചവിട്ടിയിട്ട് തന്നെ ഞങ്ങൾ എൻ്റെ മുകളിലേക്ക് പോയി. അപ്പോൾ ഓരോരോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു സെൽഫി എടുത്തതാണത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ താഴത്തേക്ക് കുറച്ച് കയറിയപ്പോൾ ഞങ്ങൾക്ക് വയ്യണ്ടായി. പിന്നെ ഞങ്ങൾ അവിടെ ഏട്ടനും ഞാനും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഇത് മുകളിൽ പോയിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ആദ്യം. പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്, അതേമാതിരത്തെ കുറേ കടകളുണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ. പിന്നെ അമ്പലത്തിലെ ദേവിയുടെ പ്രതിഷ്ഠയാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒരു കടുവേനെ വെച്ച് അതിൻ്റെ മുന്നിലുണ്ട്. അപ്പം നമ്മൾ അവരെ ചെവിയിൽ എന്ത് വേണമെങ്കിലും പറയാം, നമ്മുടെ ആഗ്രഹങ്ങൾ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണത്, നോക്കി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മുകളിൽ കയറിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ താഴത്തോട്ട് ഇറങ്ങാൻ. കാല് വല്ലാണ്ട് ഇങ്ങനെ വിറക്കിയിരുന്നു താഴത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുക. ഈശ്വര, ജീവദാനി അമ്പലം എന്നാണ് അതിൻ്റെ പേര്, ജീവദാനി ടെമ്പിൾ. ഇത്രയും മുകളിൽ ഞങ്ങൾ കയറിപ്പോയെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിശയമായി. നമ്മൾ എന്താ പറയുക, അത്രയും ഭക്തി കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തായാലും പോകും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പാവഭാജിയൊക്കെ കഴിച്ചു, അങ്ങനെ വീട്ടിലേക്ക് പോന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.